എന്നാ മഴയാണ്, വെള്ളവും കയറുന്നുണ്ടല്ലോ. ഇനി ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? എന്നാ ഒക്കെ കെടുതികളാണ്. പ്രളയം, കൊറോണ, ഇനി അടുത്ത എന്താണോ ദൈവം. ഈ തള്ള ഇതുവരെ എഴുതില്ലേ? എഴുന്നേക്ക് തള്ള. ആരാടാ നിന്റെ തള്ള? അമ്മേനെ വിളിയടാ. അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ തള്ള. ഓ, ചെന്ന് നിന്റെ അമ്മായിയമ്മ വിളിച്ചാ മതി. അമ്മായിയമ്മ ഉണ്ടെങ്കിൽ വിളിക്കായിരുന്നു, ഇപ്പൊ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ പൊന്ന് തള്ളേനെ ഞാൻ തള്ളേനേ വിളിക്കും. അതെങ്ങനാ? ആയ കാലത്ത് വല്ല പെണ്ണും കെട്ടണമായിരുന്നു. ഓ പിന്നെ പറച്ചില് കേട്ടാ തോന്നും എന്നെ കെട്ടാൻ പെണ്ണുങ്ങൾ വരിവരിയായി നിൽക്കുകയാണെന്ന്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. അതൊക്കെ പോട്ടെ, അമ്മച്ചിയുടെ മേലുവേദന എങ്ങനെയുണ്ട്? ഓ, വലിയ കുറവൊന്നും ഇല്ലടാ. വയസ്സിൽ പ്രായമൊക്കെ ആയില്ലേ, ഈ വേദനകളൊക്കെ കൂടുതലുണ്ട്. അതൊക്കെ പോട്ടെ, അമ്മച്ചി മരുന്ന് കഴിച്ചില്ലല്ലോ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. പിന്നെ മരുന്നൊക്കെ തീരാറായി കേട്ടോ. ഇന്നത്തേക്ക് കൂടി ഉള്ളതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല അമ്മച്ചി, ഞാൻ വാങ്ങിച്ചോളാം. പൈസ ഉണ്ടോടാ നിന്റെ കയ്യിൽ? മഴ തുടങ്ങിയ പിന്നെ ഒന്നോ രണ്ടോ പണിയില്ലേ കിട്ടിയുള്ളൂ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്തെങ്കിലും അറ്റകുറ്റി പണി കിട്ടാതിരിക്കില്ല. അമ്മച്ചി കഴിച്ചു. ഞാനും കഴിച്ചോളാം, നീ അതവിടെ വെച്ചോ. ഓ, അതൊക്കെ ഞാൻ വാരി തന്ന. ഇപ്പൊ വേണ്ട മോനെ, അതുകൊണ്ടാണ്. എങ്കിൽ എനിക്കൊരു സ്പൂൺ വാരി തരുമോ? കുഞ്ഞുമാവിയാണെന്ന വിചാരം. വയസ്സും പ്രായവും ഒക്കെ ഇത്രയുമായി, എന്നിട്ട് ഞാൻ അവന് വാരി കൊടുക്കണം പോലും. ഞാൻ എന്റെ തള്ളയോടല്ലാതെ പിന്നെ ആരോട് ചോദിക്കാനാ? വാരി തരുമോ? മരുന്നിന്റെ കവറിൽ മേശപ്പുറത്തിരിക്കില്ലേ? അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ച മരുന്നിന്റെ കവറുകളെല്ലാം നിലത്തിടരുതെന്ന്. നോക്കിക്കേ, മരുന്നിന്റെ എത്ര കവറുകളാണ് കിടക്കുന്നത്. ഇതൊക്കെ ഇടേണ്ട ഒരു സ്ഥലമില്ലേ? അമ്മ തന്നെയല്ലേ ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. തുറിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഉള്ള കാര്യമാണ്. ആഹാ, അന്നേരത്തേക്ക് നമുക്ക് പിണങ്ങിയോ? ഇങ്ങ് നോക്കിക്കേ. ഇങ്ങ് നോക്കാതെ വഴിയുണ്ട്. മേരിക്കൊച്ച് എന്താണ് ഇനി പിണങ്ങിയിരിക്കുന്നത്? മുഖത്തൊരു വൈക്ലഭ്യാണല്ലോ. എന്റെ അമ്മച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇതൊക്കെ ഞാൻ തന്നെ വേണ്ടി അയച്ചു വരാം. അമ്മച്ചി നോക്കിക്കോ, ഈ ഫ്ലെക്സ് ഒക്കെ എടുത്തു മാറ്റി വലിയൊരു വീട്ടിൽ ഞാനും അമ്മച്ചിയും കൂടി ഇങ്ങനെ സുഖിച്ച്. അതൊക്കെ നടക്കൂടൊക്കെ ചെയ്യും. പിന്നല്ലാതെ. യോയെ, നീ വന്നടാ. നീയോ? നീ വന്നേ. ആരാടാ ഇത്? അമ്മച്ചേ, ജോണിക്കുട്ടിയാണേ. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കുക. എന്നാ പണി ഒപ്പിക്കാനാണ്? അതൊക്കെ ഉണ്ട് അമ്മച്ചി. അളിയാ, ഒരു പരിപാടി വെച്ചിട്ടുണ്ട്, പോയാലോ? എന്നാ പരിപാടിയാ?
കടമണിയാ. ആ, എവിടെയാ? നമ്മുടെ ആ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനില്ലേ, ആ, അതിനടുത്തൊരു കനാലുണ്ടല്ലോ, അതിന്റെ പേര് ആമിഴിഞ്ഞ കനാൽ. അത് വൃത്തിയാക്കാനാ. അതൊരു വൃത്തിയായിട്ട കനാലല്ലേ? വൃത്തികേടൊക്കെയുണ്ട്. പോയാ എന്നാ കിട്ടും? 1500 കിട്ടും. ആ, അമ്മച്ചിയുടെ മരുന്നും തീർന്നിരിക്കും. ഞാൻ വന്നേക്കാം. എന്നാ പെട്ടെന്ന് വാ. സമയമില്ല കേട്ടോ. തുണി മാറുന്നു പോകുന്നു. അമ്മച്ചി ഇന്ന് എവിടെ നിന്നാടാ അടി മേടിക്കുന്നത്? അടി മേടിക്കാനോ? ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. രാവിലെ പോയേക്കുവാ. പോകുന്നതൊക്കെ കൊള്ളാം. വൈകിട്ട് എന്റെ കൊച്ചിനെ ഇങ്ങ് എത്തിച്ചേക്കണം. ഇതെന്നാ വർത്തമാനാ അമ്മച്ചി പറയുന്നത്? പിന്നെ കൊച്ചിന് ഇങ്ങോട്ടല്ല, പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഞങ്ങൾ വൈകിട്ട് ഒരുമിച്ചുകൂടെ വരും. അമ്മച്ചിയോടൊപ്പം ഇത് കഞ്ഞിയും കുടിക്കും. ചിലപ്പോൾ തോന്നും അവൻ എന്നേക്കാൾ ഇഷ്ടം നിന്നെയാണെന്ന്. അത് തോന്നലല്ല, സത്യാണ്. സത്യ അവനുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്ക്. കണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ഞാനേ അന്ന് തോട്ടി കാലിലേക്ക് വീണപ്പോ അവനൊന്നും നോക്കിയില്ല, എടുത്തങ്ങ് ചാടി. എന്തിനാ? എന്നെ രക്ഷിക്കാൻ. വേറെ ആരെങ്കിലും ആണ് അങ്ങനെ ചെയ്യുവോ? ഇല്ലാതെ ചെയ്യുന്നില്ല. എന്റെ ജോയിയെ എന്റെ സ്വന്തമാ. ജോയി ഉണ്ടെങ്കിലേ ഈ ജോലിയുള്ളൂ. ജോയിയെ എന്റെ സ്വന്തം. എന്റെ പൊന്നു ജോലിക്കുട്ടി, ഇത് എത്രാമത്തെ തവണയാടാ നീ ഇതെന്നോട് പറയുന്നത്? പിന്നെ അവൻ എന്റെ കൊച്ചാ. എടാ ജോയിയെ, പെട്ടെന്ന് വാടാവുന്നു. അമ്മച്ചേ, പിന്നെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? വലിയ കുറവൊന്നുമില്ലടാ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ നിന്റെ അമ്മച്ചി എന്ത് പറയുന്നു? എന്താ പറയാനാ, മേലുവേദനയും കാര്യങ്ങളൊക്കെയാ. കിടപ്പാ. അവനെ കണ്ടിട്ട് കുറേയായി. ജോയിയെ, ഇവൻ എന്തെടുക്കുക? പെട്ടെന്ന് വാ. അപ്പോഴേ വൈകിട്ട് മരുന്നായിട്ട് വരാം. അമ്മച്ചിയെ, ഞാൻ ഇറങ്ങി പോണേ. പിന്നെ മരുന്നൊക്കെ കഴിച്ചോളാം. വൈകിട്ട് വരാനെങ്ങനെ താമസിച്ചാലേ അപ്പുറത്തുനിന്ന് ജോർജ് കുട്ടീനെ ഭാര്യനെ വിളിച്ച് കൂടിയിരുത്തിക്കോണം കേട്ടോ. ജോയിയെ, മഴ പെയ്യോടാ? മഴ ചാർന്നുണ്ടല്ലോ. എന്നാ ഞാൻ കൊടയെടുത്തോണ്ട് വരാം. ഞാൻ വഴി നിൽക്കാം. നീ കുടയെടുത്ത് പെട്ടെന്ന് വാ. പെട്ടെന്ന് വരണം കേട്ടോ. എന്നാടാ, പോകുന്നില്ലേ? ഞാൻ ഈ കൊടയെടുക്കാൻ വന്നതാണ് അമ്മച്ചി. അമ്മച്ചി മരുന്ന് കഴിച്ചോണ്ട് കേട്ടോ.